ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് ഫ്രൈഡ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. കഴുകി ഊറ്റുകൊട്ടയിൽ വെച്ചിരുന്ന ബീഫാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ. ഇപ്പോൾ കഴുകി വൃത്തിയാക്കിയ ബീഫ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബീഫ് കുറച്ചധികം ഉണ്ട് കേട്ടോ. നമുക്ക് പള്ളിയിൽ നിന്ന് ഒലുഹിയ കിട്ടിയില്ലേ, ആ ഒരു സമയത്ത് ഉണ്ടാക്കിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ ബീഫെല്ലാം ഞാനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതാ ആദ്യം മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കട്ടെ. അതുവരെ നമ്മൾ ഒരു 3 മിനിറ്റ് വരെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ നമ്മൾ കുക്കറിൽ ഈ ഒരു ബീഫ് വേവിച്ചെടുക്കലാണ്. അപ്പോൾ ബീഫ് വേവിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുമ്പം ബീഫ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അല്ലാതെ ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്രൈ ചെയ്താൽ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതാ ഞാൻ കുക്കറിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേവുന്നത് വരെ നമുക്ക് വിസിലടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്തിരി വേവുള്ള ബീഫാണ്, അതുകൊണ്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് വെന്ത് വരുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 1 ബൾബ് വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, വറ്റൽമുളക്, ഒരു 8-10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ പിന്നെ പെരിഞ്ചീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം പച്ച ഐറ്റംസ് ആയതുകൊണ്ട്, നനവുള്ള ഐറ്റംസ് ആയതുകൊണ്ട് നല്ല ഫൈനായിട്ടൊന്നും പൊടിഞ്ഞ് കിട്ടില്ല. ഒരുവിധം തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ ബീഫ് കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അളവിലെടുത്തത് എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ 1 കിലോ ബീഫ് എടുത്താലും ഈ ഒരു അരപ്പിൻ്റെ അളവ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത്രയും തന്നെ മതിയാവും. അപ്പോൾ അതാ ഞാനതൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ 5-6 വിസിൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബീഫ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കുക്ക് ചെയ്യാൻ വെക്കുമ്പം ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബീഫിൽ നിന്ന് നല്ലോണം വെള്ളം ഊറി ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം, എങ്കിലേ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാനിലേക്ക് ഈ ഒരു ബീഫ് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇതാ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും, ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴേക്കും ഈ ഒരു വെള്ളമൊക്കെ വറ്റി വന്ന് ബീഫ് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുമ്പായിട്ട് ഇതിലേക്ക് 2 സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമ്മുടെ കോൺഫ്ലോർ ഇല്ലേ, കോൺഫ്ലോർ ഒരു 3 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചേർക്കുന്നത്. അതായത് ആ അരപ്പൊന്ന് പൊതിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം ഗരം മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയില്ലേ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ച ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ചേർക്കേണ്ടത്. ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റണ്ട, ഒരു 2-3 സ്പൂണ് വെള്ളം ബാക്കി കിടക്കണം. അപ്പോഴേക്കും നമ്മൾ ഈ ഒരു കോൺഫ്ലോറൊക്കെ ചേർത്ത് മിക്സ് ചെയ്തുമ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഇതിലേക്ക് സെറ്റായിട്ട് വരും കേട്ടോ. പിന്നെ വെള്ളമൊന്നും കാണൂല, നല്ല ടൈറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ആ ഒരു ബീഫിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലോറും ആ ഒരു അരപ്പും ഒക്കെ ചേർത്ത് കഴിഞ്ഞപ്പം ലേശം ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ വറ്റിയ സമയത്ത് തന്നെ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ ചേർത്തത്. ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു അരപ്പൊക്കെ ബീഫിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ കുറേ കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ആ ഒരു ബീഫ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 4 മിനിറ്റോളം ഒരു സൈഡ് ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറ്റേ സൈഡും നമുക്കതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കറിവേപ്പില, മല്ലിയില ഇതൊക്കെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അധികം മൂപ്പിച്ച് ഡ്രൈ ആക്കണ്ട കേട്ടോ. അപ്പോൾ എത്ര മൂപ്പിച്ചാലും ഇത് ഡ്രൈ ആവില്ല, നല്ല സോഫ്റ്റ് ആയിരിക്കും ബീഫ്. അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ബീഫ് അങ്ങനെ മസാല പുരട്ടിയിട്ട് കുക്ക് ചെയ്തെടുക്കൂലേ, അത് ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കുക്കറിൽ തന്നെ ഒന്ന് വേവിച്ചൊക്കെ എടുത്തത് കൊണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ അങ്ങനെ ബാച്ചായിട്ട് ഞാൻ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇതാ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു അരിപ്പ് പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റുകയാണെങ്കിൽ ആ ഒരു എണ്ണയൊക്കെ നമുക്ക് ഊർന്ന് കിട്ടും. അപ്പോൾ അത് തന്നെ നമുക്ക് തിരിച്ച് വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അധികം എണ്ണയൊന്നും ആവശ്യമില്ല. ഞാൻ ആദ്യം ഒഴിച്ച ആ ഒരു എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു 2 കിലോളം ബീഫും ഫ്രൈ ചെയ്തെടുത്തത്. ഇനിയിപ്പോൾ ഇതാ ഏറ്റവും ലാസ്റ്റായിട്ട് ബീഫൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ഒരു ചെറിയ പൊടിക്കൈയും കൂടെ ഉണ്ട് കേട്ടോ. ഒരു കൈപ്പിടിയോളം വെളുത്തുള്ളിയും പിന്നെ ഒരു കൈപ്പിടി കുഞ്ഞുള്ളിയും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്തിട്ടുണ്ട്. ബീഫ് ഫ്രൈ ചെയ്ത ആ ഓയിലിൽ തന്നെ ഒന്നിട്ടിട്ട് വഴറ്റിയെടുക്കുക. ആ ഒരു വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും ഒന്നും കരിഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ ചേരുമ്പം ഒന്നുകൂടി ടേസ്റ്റ് ഹൈലൈറ്റ് ആവും. അങ്ങനെ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്സും തരിക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ.